നൈസായിട്ട് ഞാൻ കോൺകർ ബുഷ് തുടങ്ങി. അവിടെ ആണ് അത് നീ ശരിക്കും കണ്ടന്റ് അല്ല യൂട്യൂബർ ആവുന്ന വിചാരിച്ചു? അല്ലല്ല, ചുമ്മാ ഞാൻ കളിച്ചു. ഗെയിം ഭ്രാന്തിന്റെ പേര് ചുമ്മാ ഇങ്ങനെ രാത്രി എന്നിട്ട് ഹരിയണ്ണ എന്റെ കൂടെ കളിക്കും. ഹരിയണ്ണ നമ്മളങ്ങനെ ഞാൻ രീതിയില്ലേ, ഹരിയണ്ണ എന്റെ കൂടെ വന്ന് കളിക്കുമായിരുന്നേ. പുള്ളി എന്റെ കൂടെ വന്ന് കളിക്കും, അടങ്ങിയാണ്ട് റെക്കോർഡ് ചെയ്തു. അപ്പൊ ഞാൻ ഈ സമയത്ത് യൂട്യൂബിലല്ല ഇന്നായിരുന്നു റാങ്ക് പുഷിൽ കുറച്ച് ടോപ്പ് 50 അങ്ങനെ എന്തോ രീതിയിലൊക്കെ കയറി നിൽക്കുവാണ്. അങ്ങനെ ആയപ്പം ഇടയ്ക്ക് ഞാൻ പുള്ളിയായിട്ട് കളിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ യൂട്യൂബിൽ ഐസാട്ടം കിട്ടും. ഇടയ്ക്ക് ഐസാട്ടം കളി കയറ്റിയപ്പം അത്രയും ദിവസം എനിക്കൊന്ന് 70 വ്യൂസ് ഒക്കെ ഉള്ളായിരുന്നു ആ ഒരു ടൈമില്. നമ്മുടെ വീഡിയോ നമ്മൾ ഇടുന്ന വീഡിയോക്ക് 70 വ്യൂസിന് നൈസായിട്ട് ഒരു ദിവസമൊക്കെ എനിക്കൊന്ന് 3K വ്യൂസ് ഒക്കെ അന്ന് ഭയങ്കര ഹൈ ലെവലാണ്. 3000 കയറി. പിറ്റേ ദിവസം അപ്പം പെട്ടെന്ന് അങ്ങ് റീച്ചായി ഒരു 10-12K ഒക്കെ അങ്ങ് കയറി. അത് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് കോൺകർ ബുഷിന്റെ ലൈവ് ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പം ഒരു 10-20-30 പേര് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങ് വരാൻ തുടങ്ങി. 30 പേര് കഴിഞ്ഞു, അത് 40 പേരായി, 40 പേര് 50 പേരായി. പിന്നെ പാബ്ലോ പരിചയപ്പെട്ട് പാബ്ലോ ഇടയ്ക്ക് ഒന്ന് കളിക്കാൻ തുടങ്ങി. പിന്നെ അത് 60-ആയി, 70-ആയി, 100-ആയി. 100-ആയി എന്നപ്പോൾ നൈസായിട്ട് പുഷ് ചെയ്ത് കൊണ്ടുവന്ന് ടോപ്പ് 10 എത്തി. അപ്പം ഒടിയനാണ് ടോപ്പ് 5 അടിച്ചിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കൂടിയത്. നൈസായിട്ട് ഞാൻ അടുത്ത സീസൺ തുടങ്ങിയപ്പം നൈസായിട്ട് ഞാൻ കളിച്ച് ടോപ്പ് 1 ആയി. ആ ടോപ്പ് 1 നിന്ന്